കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 23 ശ്ലോകം നമ്മൾ 56 ചെയ്തു. അപ്പോൾ 56 കാലത്തിനെ പറ്റിയിട്ട് കാലം കാരണമല്ല നമുക്കെന്ന് പറയുകയാണ് അല്ലേ. കാലം എന്താ വെച്ചാൽ ഈ കാലവും ദുഃഖത്തിന് കാരണമല്ല. എന്താ വെച്ചാൽ ആത്മാവ് കാലസ്വരൂപൻ തന്നെയാണ്, ആരെയും ദുഃഖിപ്പിക്കില്ല. അഗ്നിയെ കത്തിച്ചു കളയോ ഇല്ല, മഞ്ഞിനെ തണുപ്പിക്കോ ഇല്ല. അതുപോലെ ആ അദ്വൈതമായ ആത്മാവിൽ മനസ്സുണ്ടാക്കുന്ന ഒരു വെറും ഭ്രമാണ് ഈ സംസാരം. ആ സംസാരത്തിൽ നിന്നാണ് നമുക്ക് ദുഃഖം ഉണ്ടാവണത്. അത് ആത്മാവിന് ആ ദുഃഖങ്ങളൊന്നുമില്ല. ആത്മാവിൽ മനസ്സുണ്ടാക്കി തീർക്കുന്ന ഒരു ഭ്രമം കൊണ്ടാണ് ഈ ദുഃഖം വരണ എന്ന് പറഞ്ഞു. ഇനി 57 ഉപസംഹരിക്കുകയാണ്. ഭിക്ഷുഗീത കഴിയാറായി, ഈ ചാപ്റ്ററും കഴിയാതോടെ. ന കേനചിത് ക്വാപി കഥഞ്ജനാസ്യ ദ്വന്ദ്വോപരാഗ പരതപരസ്യ യഥാഹമ സംസ്കൃതിരൂപിണ സ്യാദേവം പ്രബുദ്ധോ ന ബിഭേദി ഭൂതൈഹി. എന്താണ് ഭഗവാൻ പറയണത്? സംസ്കൃതി രൂപിണ, ഇല്ലാത്ത ഈ സംസാര രൂപത്തിൽ ഇല്ലാത്ത ഈ സംസാരത്തിനെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന, അതാണ് സംസ്കൃതി രൂപിണ. അഹങ്കാരത്തിൽ നിന്നും, അതായത് ദേഹാഭിമാനം, അഹന്തയും മമതയും, അത് തന്നെയാണ് നമുക്ക് ഈ സംസാരം ഉണ്ടെന്ന് തോന്നാൻ കാരണം. യഥാസ്യാത് ഉണ്ടാകുന്നത് പോലെ അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടാവണതാണെന്ന്. പരതപരസ്യ, പ്രകൃതിക്കും അപ്പുറത്ത്, പ്രകൃതിക്ക് അതീതമായിരിക്കുന്ന, പരതപരസ്യ എന്നാണ് അല്ലേ. അതായത് പ്രകൃതിക്ക് അതീതമായിരിക്കുന്ന, പരത്തിനും പരമമായ കേനചിത് ഏതിനാലും ക്വാബി എപ്പോഴും എവിടെയും കഥഞ്ചന ഒരു വിധത്തിലും അല്ലെങ്കിൽ ഏതു വിധത്തിലും ദ്വന്ദ്വോപരാശ സുഖദുഃഖങ്ങൾക്ക് ആയിട്ട് ഒരു ബന്ധമില്ല ആത്മാവിന്. സുഖമില്ല, ദുഃഖമില്ല. ഏവം പ്രബുദ്ധ, ഇങ്ങനെ അറിവുള്ള വിവേകികൾ ഭൂതൈഹി, ഭൂതങ്ങളാൽ ന ബിഭേദി, ഭയപ്പെടുന്നില്ല. എന്താണ് പറഞ്ഞത്? അതായത് പരമാത്മാവാണ്, പരമമായിട്ടുള്ളതാണ് അല്ലേ. ആ പരമാത്മാവിന് ഈ സുഖദുഃഖങ്ങളോ അല്ലെങ്കിൽ ദ്വന്ദ്വങ്ങളോ, ഇവിടുത്തെ തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം, സന്തോഷം, സങ്കടം, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനത്തെ ദ്വന്ദ്വങ്ങളൊന്നും ആ ആത്മാവിനെ തുടരണേയില്ല. ഈ സംസാരത്തിനെ നമുക്ക് ഉണ്ടാക്കി തീർക്കുന്ന അഹങ്കാരമാണ്, അഹന്തയും മമതയും. ഈ സംസാരത്തിനെ ഉണ്ടാക്കുന്ന അഹങ്കാരത്തിന് എപ്രകാരമോ അപ്രകാരം ഒരുവിധം ഒന്നിനോടും ഈ ആത്മാവിന് ബന്ധമില്ല. അഹങ്കാരം ഒറ്റ കാരണമാണ് നമുക്ക് ഈ സംസാര ബന്ധം ഉണ്ടാവണത്. ഇതറിഞ്ഞിട്ടുള്ള വിവേകികൾ ഇവിടുത്തെ ഭൂതങ്ങളെ ഒന്നും, അതായത് ഇതിനൊന്നും ഭയപ്പെടുകയില്ല. എന്താ, ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം സർവം ബ്രഹ്മമയം, അല്ലെങ്കിൽ ഈശാവാസ്യമിതം സർവം, എന്ത് വേണമെങ്കിൽ പറയാം, അതേ ഉള്ളൂ എന്ന് അറിഞ്ഞ ഒരു വിവേകിക്ക് ഈ സുഖദുഃഖങ്ങളും ദ്വന്ദ്വാനുഭവങ്ങളും ഒന്നുമില്ല. കാരണം ആത്മാവ് ദ്വന്ദ്വാതീതമാണ്. അപ്പം ആത്മാവ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്കും ദ്വന്ദ്ങ്ങളൊന്നും ഇല്ലല്ലോ. അതാണ് പറയണത്. ഈ സത്യം അറിയണ വിവേകി ഒരിടത്തും ഒന്നുകൊണ്ടും ദുഃഖിതനാവില്ല എന്ന്. അതാണ് പറഞ്ഞത്. അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് 58 കേട്ടോ. ന കേനചിത് ക്വാവി കഥഞ്ജനസ്യ കഥഞ്ജനാസ്യ ദ്വന്ദ്വോപരാഗ, ദ്വന്ദ്ങ്ങളെ പരതപരസ്യ, പരമാത്മാവ് എല്ലാറ്റിനും പരമാണല്ലേ. യഥാഹമ സംസ്കൃതി രൂപിണ സ്യാദ് ഏവം പ്രബുദ്ധോ ന ബിഭേദി ഭൂതൈഹി. അഹങ്കാരം കൊണ്ടുണ്ടായിത്തീരുന്ന ഈ സംസ്കൃതി, അതായത് ലോകത്തിനെ വിവേകികൾ ഭയപ്പെടുന്നില്ല. ഇനി അപ്പോൾ ഈ പരമാത്മാവിൽ നമ്മൾ മനസ്സിനെ ഉറപ്പിച്ചാൽ അല്ലെങ്കിൽ ദൃഢമായി നിർത്തിയാൽ നമുക്കും അജ്ഞാനമാകുന്ന ഈ ഇരുട്ടിനെ കടക്കാം. നമുക്ക് എപ്പോഴാണ് പരമാത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ പറ്റണത്? അപ്പം നമ്മുടെ അജ്ഞാനം മാറി. അതാണ് പറയണത്.
ഏതാം സ ആസ്ഥായ പരാത്മനിഷ്ഠാമധ്യാസിതാം പൂർവതമൈർമഹർഷിഭിः. പണ്ടെന്നെ മഹർഷിമാരിത് പറഞ്ഞിട്ടുണ്ടെന്ന്. അഹം തരിഷ്യാമി ദുരന്തപാരം തമോ മുകുന്ദാഘ്രിനിഷേവയൈവ. അപ്പം ഞാൻ ആ പരമാത്മാവിൽ നിഷ്ഠനായിട്ട് ഈ സംസാരം കടക്കും എന്ന് പറയാണ് കേട്ടോ. ആര്? ഭിക്ഷു. അത്ര റിയലൈസേഷൻ വന്നു. അപ്പോൾ 58 എന്താ? പിന്നെ അഹം, ഞാൻ പൂർവതമൈഹി, അതായത് പൂർവികന്മാരുടെ പൂർവികന്മാർ ആയിട്ടുള്ള മഹർഷികളാൽ അധ്യാസിതം, അനുഷ്ഠിക്കപ്പെട്ട ഏതാം ഈ പരാത്മനിഷ്ഠാം, ഈ മഹർഷിമാർക്കൊക്കെ എങ്ങനെയാണ് അങ്ങനെ ജ്ഞാനം ഉണ്ടായത്? പരമാത്മാവിൽ മനസ്സിനെ നിർത്തിയിട്ടാണ്. അപ്പം അതുപോലെ ഞാനും പരാത്മനിഷ്ഠാം, പരമാത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ച അല്ലെങ്കിൽ പരമാത്മധ്യാനത്തിനെ സമാസ്ഥായ, ആ പരമാത്മധ്യാനം തന്നെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ അത് അംഗീകരിച്ച പണ്ട് മഹർഷിമാർ ചെയ്ത പോലെ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് ഞാനും മുകുന്ദാഘ്രി നിഷേവയ, മോക്ഷം തന്നെ നൽകാൻ, മുകുന്ദൻ എന്താ? മുകുന്ദ മോക്ഷം നൽകാൻ കഴിവുള്ള ആളാണെന്നാണ് മുകുന്ദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഭഗവാന്റെ മുകുന്ദൻ എന്നുള്ള മോക്ഷം ദദാതി, അതാണ് മോക്ഷം നൽകുന്ന ആളാണ് മുകുന്ദൻ. അതുകൊണ്ടാണ് മുകുന്ദാഘ്രി നിഷേവയ, മോക്ഷം നൽകുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിക്കുന്നത് വഴിയായി അല്ലെങ്കിൽ സേവിക്കുന്നത് കൊണ്ട് പാരം കടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ തമഹ തരിഷ്യാമി, ഈ സംസാരമാകുന്ന ഇരുട്ടിനെ ഞാൻ തരണം ചെയ്തു എന്നാണ് പറയണത്. തരിഷ്യാമി അല്ലെങ്കിൽ ചെയ്യും ചെയ്തു എന്നല്ല കേട്ടോ, അഹം തരിഷ്യാമി എന്നാണ്. ഞാൻ തരണം ചെയ്യുന്ന നല്ല ധൈര്യത്തിലാണ് പറയണ ഭിക്ഷു. അത്രയ്ക്ക് ഉറപ്പ് വന്നു. എന്താ പറയണ? ഈ ഞാൻ പിന്നെ എന്താണ് പണ്ടെന്നാണ് പറയുന്നുണ്ടല്ലേ, പൂർവതമൈഹി എന്ന് പറയുന്നുണ്ട്. പൂർവികന്മാരിലും പൂർവികർ, അങ്ങനെ പണ്ട് തൊട്ടേയുള്ള ഋഷിമാരെ എങ്ങനെയാണ് ഈ പിന്നെ ആത്മസാക്ഷാത്കാരം കിട്ടിയത്? പരമാത്മാവിനെ ധ്യാനിച്ചിട്ട്. അപ്പോൾ അതുപോലെ അവർ വഴികാട്ടി തന്നിട്ടുണ്ട്. പണ്ടുള്ള ഋഷിമാരെ, അതായത് പൂർവ്വസൂരികൾ നമുക്ക് വഴി കാണിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആത്മസാക്ഷാത്കാരം കിട്ടുകയെന്ന്. പരമാത്മാവിൽ മനസ്സുറപ്പിക്കാൻ, പരമാത്മാവിനെ തന്നെ ധ്യാനിക്കുക. ആരാ പരമാത്മാവ്? ഒന്നുകിൽ നിർഗുണ ബ്രഹ്മത്തിനെ ധ്യാനിക്കാം, അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിക്കാം. അപ്പം ഭാഗവതത്തിലാവുകൊണ്ട് നമുക്ക് ഭഗവാനെ പറയണ്ടു. അവരൊക്കെ ഇങ്ങനെ ഭഗവാനെ, പരമാത്മാവ് സ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചിട്ടാണ് ആത്മസാക്ഷാത്കാരം നേടിയത്. അപ്പം ഭിക്ഷു പറയുകയാണ്, ഞാനും അതുപോലെ പിന്നെ മോക്ഷം നൽകാൻ ഔത്സുക്യത്തോടു കൂടി നിൽക്കുന്ന മുകുന്ദൻ്റെ അംഘ്രികളെ, പാദരേണുക്കളെ അല്ലെങ്കിൽ പിന്നെ കമലങ്ങളെ സേവിച്ചുകൊണ്ട് ആ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് മഹർഷിമാർ ചെയ്ത പോലെ ഞാനും ഭഗവാനെ തന്നെ സദാ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തീർച്ചയായും ഈ അജ്ഞാനമാകുന്ന സംസാരത്തെ തരണം ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തൊരു കോൺഫിഡൻസ് കിട്ടിയപ്പോൾ, അത്ര വൈരാഗ്യം വന്നു. ഏതാം സ ആസ്ഥായ പരാത്മനിഷ്ഠാമധ്യാസിതാം പൂർവതമൈർമഹർഷിഭി അഹം ധരിഷ്യാമി ദുരന്തപാരം തമോ മുകുന്ദാഘ്രി നിഷേവയൈവ. അത് മാത്രമേ വേണ്ടൂ. മുകുന്ദപാദങ്ങളെ സദാ സ്മരിക്കുക, വേറെ ഒന്നും വേണ്ട എന്നാണ് ഭാഗവതം. അപ്പോൾ വേറെ ചിന്തയ്ക്ക് വരാൻ സമയമില്ലല്ലോ. ഇനി ഇതിൻ്റെ പിന്നെ 2 ശ്ലോകം കൊണ്ട് ഈ ഭിക്ഷുഗീതയുടെ ചുരുക്കം പറയണം ഭഗവാൻട്ടോ. ശ്രീ ഭഗവാൻ വാച 89. നിർവിദ്യ നഷ്ടദ്രവിണോഗതക്ലമ പ്രവ്രജ ഗാം പര്യടമാന ഇത്തം നിരാകൃതോ സദ്ഭിരഭി സ്വധർമാത് അകമ്പിതോ മുന്നിരാഹ ഗാഥാം. ഭഗവാൻ പറയണ എന്താ? നഷ്ടദ്രവിണ, അതായത് ധനം മുഴുവൻ നഷ്ടപ്പെട്ട് അസദ്ഭി, ദുഷ്ടജനങ്ങളാൽ, അസത്തുക്കളാൽ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ആൾക്കാരല്ലാത്തവരെ, സജ്ജനങ്ങളല്ലാത്തവരെ, ദുഷ്ടന്മാരെ. സ്വത്ത് മുഴുവൻ, ധനം മുഴുവൻ നശിച്ച് ദുഷ്ടന്മാരാൽ നിരാകൃത പീഡിപ്പിക്കപ്പെട്ടിട്ട് പോലും ഗതക്ലമഹ, ഒരു ദുഃഖവും അനുഭവിക്കില്ല. അല്ലെങ്കിൽ ക്ലമം ചെന്ന ക്ഷീണോ എന്താ വെച്ചാൽ അതുകൊണ്ട് ഒരു വിഷമം അനുഭവിക്കാതെ, ക്ഷീണം അനുഭവിക്കാതെ, നിർവിദ്യ, വെറുത്ത വൈരാഗ്യം, വൈരാഗ്യം വന്നിട്ട് സന്യാസം സ്വീകരിച്ച പ്രവാചകനായി നടക്കുക. അവിടെ എവിടെയും പറഞ്ഞില്ലേ, എല്ലാ ദിക്കിലും നടക്കുകയാണ് പറഞ്ഞല്ലോ. സർവസംഘ പരിത്യാഗിയായിട്ട് സന്യാസം സ്വീകരിച്ച്
സ്വധർമ്മ തൻ്റെ ധർമ്മത്തിൽ നിന്നും അകമ്പിത ഒട്ടും പിഴയ്ക്കാതെ ആ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്നിട്ട് ഇപ്രകാരം ഗാം പര്യടമാന ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുനിഹി ആ മുനി ആ ഭിക്ഷു അല്ലെങ്കിൽ ആ ബ്രാഹ്മണൻ ടു സ്റ്റാർട്ട് വിത്ത് അല്ലേ അമും ഗാഥ മുമ്പ് പറഞ്ഞ ഈ പാട്ടിനെ, അതായത് മനസ്സാണ് എല്ലാ ദുഃഖങ്ങൾക്ക് കാരണം എന്നുള്ള അർത്ഥം വരുന്ന ആ പാട്ടിനെ ആഹാ ഗാനം ചെയ്തു. എന്താ പറഞ്ഞ ഭഗവാൻ? ഇങ്ങനെ തൻ്റെ ധനമെല്ലാം നശിച്ച് പിന്നെന്താണ് ദുഷ്ടജനങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ സഹിച്ച് പൂർണ്ണ വൈരാഗ്യം വന്ന് ആ ഭിക്ഷുവിന് പിന്നെ എന്ത് അനുഭവത്തിലും ക്ലേശം തോന്നാതെ, എത്ര പ്രതികൂല അനുഭവം ഉണ്ടായിട്ടും അതിലൊന്നും ക്ലേശം തോന്നാതെ സർവസംഘപരിത്യാഗിയായി സന്യാസം സ്വീകരിച്ച് ഭൂമിയിൽ എല്ലാ ദിക്കിലും സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിന്ന് ആ ഭിക്ഷു ഈ മുമ്പ് ഞാൻ പറഞ്ഞ ഉദ്ധവ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ ഭിക്ഷു ഇപ്രകാരം ഗാനം ചെയ്തു. ഇതാണ് ഭിക്ഷു, ഇതാ പറയുകയാണ് ഭഗവാൻ. അതായത് മനസ്സാണെന്ന് മനസ്സിലാക്കൂന്ന് ഭഗവാൻ പറഞ്ഞു. ഇപ്രകാരം ആ ഭിക്ഷു വൈരാഗ്യം പൂർണ്ണമായിട്ട് ഒരു ദുഃഖങ്ങളും അനുഭവിക്കാതെ ഇപ്രകാരം ഗാനം ചെയ്തു, ഗീതം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ നിർവിദ്യനഷ്ട ശ്രീ ഭഗവാൻ വാച നിർവിദ്യനഷ്ടദ്രവിണോ ഗതക്ലമ. ഗതക്ലമ അതായത് അതൊന്നും ബാധിക്കാതെ ഈ വൈരാഗ്യം വന്നിട്ടേ പ്രവ്രജഗാം പര്യടമാന ഇത്തം. അതാണ് ശരിക്കും ഭാഗ്യം, അതാണ് ദൈവാനുഗ്രഹേ. ആ ഒരു വൈരാഗ്യം വന്നു. ഇപ്പോൾ പിങ്കളയ്ക്കും അങ്ങനെയല്ലേ ഉണ്ടായത്, വൈരാഗ്യം വന്നതാണ് ദൈവാനുഗ്രഹം. അപ്പോൾ അവർ പൂർവ്വജന്മങ്ങളിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനൊരു അനുഭവം വന്നപ്പോൾ വൈരാഗ്യം വന്നത്. വേറെ പലർക്കും ആണെങ്കിൽ എന്താ വരിക, ദേഷ്യം വരും, ഡിപ്രഷനാവും അല്ലേ. അതൊന്നും അല്ലല്ലോ ഉണ്ടായത്. വൈരാഗ്യത്തിൽ നിന്ന് പൂർവാധികം ശക്തി ആർജിക്കുക ചെയ്ത്, അതാണ് ദൈവാനുഗ്രഹം. നിർവിദ്യനഷ്ടദ്രവിണോഗതക്ലമ പ്രവ്രജഗാം പര്യടമാന ഇത്തം നിരാകൃതോ സദ്ഭിരഭിസ്വധർമ്മ ദഗംബിതോമം മുനിരാഹ ഗാഥാം. അല്ലേ. ഇനി 60. സുഖദുഃഖപ്രദോ നാന്യഃ പുരുഷസ്യാത്മവിഭ്രമഃ മിത്രോദാസീനരിപവ സംസാരസ്തരസകൃതഃ. 60. പുരുഷസ്യ അതായത് പുരുഷന് സുഖദുഃഖപ്രഭ സുഖദുഃഖപ്രദമായ സുഖം ദുഃഖം പ്രദാനം ചെയ്യുന്ന അന്യഹ എന്ന മനസ്സല്ലാതെ വേറെ ഒന്നുമില്ല. സുഖം തരണതും മനസ്സാണ്, ദുഃഖം തരണതും മനസ്സാണ്. ഇത് തരാൻ വേറെ ഇവിടെ ഒന്നുമില്ല, വേറെ ഒന്നൊന്നുമല്ല നമുക്കുണ്ടാവണേ. അരിപവ അതായത് സ്നേഹിതനാണ്. അതായത് നമുക്ക് ഇയാൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, അയാളെ ഞാൻ അവഗണിക്കുകയാണ്, അയാളോട് ഉദാസീനതയാണ്, അല്ലെങ്കിൽ ശത്രുവാണ്. ഇതൊക്കെ ഈ സംസാരം എന്നത് തമസഹ അജ്ഞാനത്താലാണ്. അതായത് നമുക്ക് ഒരാളോട് അതിയായിട്ട് സ്നേഹം തോന്നുന്നത്, അല്ലെങ്കിൽ ഒരാളെ അവഗണിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരാളെ ശത്രുവായിട്ട് കാണുന്നത്, അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ സംസാരത്തിൻ്റെ മായാഭ്രമം കൊണ്ടാണ്. തമസഹ അജ്ഞാനത്താൽ ആത്മവിഭ്രമ, നമ്മൾ അജ്ഞാനം കൊണ്ട് മായാമോഹിതരായിട്ട് ആത്മവിസ്മൃതരായിട്ട് ആണ് ഈ ഭ്രമം ഉണ്ടാവണത്. അല്ലാണ്ട് ആരും സ്നേഹിതനോ ശത്രുവോ അവഗണിക്കപ്പെടേണ്ടവരോ ആയിട്ട് ആരും ഇവിടെ ഇല്ല. കൃതഃ ചെയ്യപ്പെട്ടു എന്നല്ലാതെ വാസ്തവത്തിലുള്ളതല്ല. എന്താ പറയണമെന്ന് വെച്ചാൽ, ഒരാളെ വളരെ ഇഷ്ടമാണ്, എൻ്റെ വലിയ സുഹൃത്താണ് പറയുക, ഒരാളെ വളരെയധികം വെറുക്കുക, ചിലരോട് അവഗണനാഭാവം ഉണ്ടാവുക, ഇതൊക്കെ നമ്മുടെ അജ്ഞാനം കൊണ്ട്, നമ്മൾ മായാമോഹിതരായിട്ട് ആത്മവിസ്മൃതി കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അല്ലാതെ ഇവിടെ ശത്രുവും മിത്രവും ഒന്നും ഇല്ല. ആകെ ഒരു വസ്തുവേ ഉള്ളൂ, അത് പരമാത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം. വേറെ ഒന്നും ഇവിടെ ഇല്ല. അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സുകാരനാണ്. ഏത് മനസ്സ്? മായയിൽ മോഹിതമായിട്ടുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള മനസ്സുകാരനാണ് നമുക്കിതൊക്കെ ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ ചുരുക്കത്തിൽ? അജ്ഞാനം കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്.
ശരിക്കിതിവിടെ ഒന്നും ഇല്ല എന്ന് തറച്ചു പറയണു. ഈ 60 എന്താ പറയണേ, സുഖവും ദുഃഖവും ഉണ്ടാക്കണതൊന്നും മറ്റാരുമല്ല, ഒരാളുടെ മാനസിക വിഭ്രമം മാത്രമാണ് ഈ മിത്രാണ്, ഉദാസീനാണ്, ശത്രുവാന്നുള്ള ഈ ഭേദഭാവനയൊക്കെ ഉണ്ടാക്കണത് ഈ മനസ്സിൻ്റെ വിഭ്രമം കൊണ്ടാണ്. സംസാരം എന്ന് പറഞ്ഞാൽ അജ്ഞാനം തന്നെ രൂപം പൂണ്ട ഒരു തമസ്സാണ്, ഇരുട്ടിൻ്റെ ഫലമാണെന്ന്. സംസാരം തന്നെ അജ്ഞാനമാകുന്ന ഇരുട്ടിൻ്റെ ഫലമാണ്. അല്ലാതെ ഇത് ശരിക്കൊന്നും ഉള്ളതല്ല. ആത്മാവ് മാത്രമേ ഉള്ളൂ. ആ ആത്മാവ് നിത്യസത്യശുദ്ധ സ്വരൂപനുമാണ്. പിന്നെന്താ അല്ലേ? അതാണ് പറയണത്. സംസാരസ്തമസകൃത എന്ന് പറഞ്ഞു അല്ലേ? അതായത് നിത്യാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ബോധത്തിൽ, ആ ബോധം അല്ലെങ്കിൽ ആത്മാവെന്ന് പറയാം, നമുക്ക് എന്താ വെച്ചാൽ പറയാം, സത്യശുദ്ധ ആ ബോധസ്വരൂപ, അഖണ്ഡ ബോധസ്വരൂപത്തിൽ മനസ്സ് ഉണ്ടാക്കണ ഒരു മോഹം അല്ലെങ്കിൽ ഭ്രാന്താണ് ഈ സംസാരം. ഈ സംസാരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ കുഴപ്പം വെച്ചാൽ ഭേദഭാവനയുണ്ട്, രാഗദ്വേഷങ്ങളുണ്ട്. അത് ഈ മായാമോഹിതമായിട്ടുള്ള മനസ്സിൻ്റെ ഒരു അസുഖമാണ്. എന്താ ഈ ഭേദഭാവന? അതാണ് മിത്രവും ശത്രുവും. ഈ ഭേദഭാവനയും ഈ നാനാത്വ ബോധവും ഒക്കെ ഈ മനസ്സ് ഉണ്ടാക്കണ വെറും വിഭ്രാന്തിയാണ്. അതായത് നമുക്കാണെങ്കിൽ യുക്തി കൊണ്ട് മായ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അനിർവചനീയമാണ് മായ. പക്ഷേ ആ മായ കാരണമാണ് നമുക്ക് ഈ എല്ലാ ഭേദഭാവനയും നാനാത്വബോധവും ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് മാത്രമാണ് അജ്ഞാനരൂപമായ ഇരുട്ടെന്ന് പറയാൻ. അതുകൊണ്ടാണ് ഇതിന് കാരണേ. നോക്കൂ, സംസാരസ്തമസകൃത, അജ്ഞാനമാകുന്ന ഇരുട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഭേദഭാവനയും നാനാത്വബോധമൊക്കെ. അല്ലെങ്കിൽ ഒന്നേ വസ്തുവിടുള്ളൂ, സർവം ബ്രഹ്മാണെന്നുള്ള ആ ഒരു വിചാരം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഇരുട്ടിനെ കളയാൻ പറ്റുള്ളൂ. അതായത് ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനത്തിനെ കളയാൻ പറ്റൂ. പക്ഷെ ആ ജ്ഞാനത്തിലെത്താനാണ് നമുക്ക് ഈ ഭഗവത് ഭക്തിയൊക്കെ. ആ വെളിച്ചം നമുക്ക് എപ്പോൾ ഉദിക്കണോ അപ്പം ഈ ഇരുട്ട് പോവും. അപ്പം അതാണ് ഈ ഭിക്ഷു പറഞ്ഞത്, ഞാൻ ഭഗവാനെ സദാ ഭഗവതിൻ്റെ പാദാരവിന്ദങ്ങളെ സദാ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇരുട്ടിനെ അകറ്റി ഞാൻ ആത്മസാക്ഷാത്കാരം നേടുന്ന ഉറപ്പ് പറഞ്ഞല്ലോ. അഹം തരിഷ്യാമി എന്ന് പറഞ്ഞില്ലേ, ഞാൻ അതിനെ തരണം ചെയ്ത് ഭഗവാനിലെത്തും എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഈ ഇരുട്ടിനെ, ഏതാ ഇരുട്ടിനെ? സംസാരമാകുന്ന ഇരുട്ടിനെ. സംസാരമാകുന്ന ഇരുട്ടിൽ കിടക്കുമ്പോൾ എന്താ വിഷമം നമുക്ക്? ഭേദഭാവന, നാനാത്വബോധം, രാഗദ്വേഷം, ഇതൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്ത് കിടന്നാൽ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് എന്താണ് അവസാനത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. അവസാനത്തെ അല്ല, 2 ശ്ലോകം ഉണ്ട്, അതുകൊണ്ട് ഉപസംഹാരണം എന്തായാലും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ 60 വായിച്ചിട്ട്, സുഖദുഃഖപ്രദോ നാന്യ പുരുഷസ്യാത്മവിഭ്രമ മിത്രോദാസീന രിപവ അല്ലേ? അതെ, മിത്രോദാസീന രിപവ, രിപുച്ച ശത്രു, സംസാരസ്തമസകൃത, അജ്ഞാനമാകുന്ന സംസാരത്തെ ഞാൻ കടക്കുന്നു പറഞ്ഞ. അതുകൊണ്ടാണ് ഇനി ഉപസംഹാരം 61. തസ്മാത് സർവാത്മന താത നിഗൃഹാണ മനോധിയാ മയ്യാവേശിതയാ യുക്ത ഏതാവാൻ യോഗസംഗ്രഹ. എന്താ ഭഗവാൻ പറയണ ഉപസംഹരിക്കുമ്പോൾ? താത, ഉദ്ധവനെ വിളിക്കുകയാണ്. ഉദ്ധവ, തസ്മാത്, അതുകൊണ്ട്, മയി ആവേശിതയ, എന്നിൽ ദൃഢമായി അർപ്പിച്ച, ധിയായുക്ത, ബുദ്ധിയോടുകൂടി, സർവാത്മന, പരിപൂർണമായിട്ടുള്ള, സർവാത്മന പറഞ്ഞാൽ എന്താ? ആത്മാവ് കൊണ്ട് തന്നെ മനസ്സിനെ നിഗ്രഹിക്കൂ. ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ട് ആ മനസ്സിനെ നശിപ്പിക്കൂ എന്നാണ് പറയണത്. ഭഗവാൻ എന്താ പറയണത്? ഹേ, അതുകൊണ്ട് ഉദ്ധവ,
മനസ്സിൽ നശിക്കാതെ നമുക്ക് ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഭിക്ഷുഗീത കൊണ്ട്. അതുകൊണ്ട് ഉദ്ധവ, മനസ്സിനെ എന്നിൽ അർപ്പിച്ച്, എന്ത്, മനസ്സിൽ എന്നെ പൂർണ്ണമായും അർപ്പിച്ച്, പരിപൂർണമായിട്ടും സർവാത്മന മനസ്സിലെന്നെ അർപ്പിച്ച്, മനസ്സ് എന്നിൽ അർപ്പിച്ച് മനസ്സിനെ നീ നശിപ്പിക്കൂ, നിഗ്രഹിക്കൂ അല്ലെങ്കിൽ നശിപ്പിക്കൂ. യോഗസംഗ്രഹ, യോഗത്തിൽ ചുരുക്കം ഏതാവാൻ. ഇതുതന്നെയാണ് എന്ത് യോഗം എന്ന് പറയുന്നത്, ഭഗവാനുമായിട്ടുള്ള യൂണിയൻ, ടു യുനൈറ്റ് വിത്ത് ഭഗവാൻ. അതാണ് യോഗം. യുനൈറ്റിംഗ് വിത്ത് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാൻ ആത്മസാക്ഷാത്കാരം തന്നെയാണ് യോഗം എന്ന് പറയുകയാണ്. എന്താ പറഞ്ഞത്, അവസാനം പറയുകയാണ്. ഇത് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ഒരു ശ്ലോകം കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഉദ്ധവ, എന്നിൽ മയ്യർപ്പിത മനോബുദ്ധി, അതന്നെയല്ലേ പറയണ ഇതിലും ഗീതയിലും. അതുകൊണ്ട് സർവാത്മന എന്നിൽ ബുദ്ധി അർപ്പിച്ചിട്ട് നിൻ്റെ മനസ്സിനെ നീ നശിപ്പിച്ചാലും അല്ലെങ്കിൽ നിയന്ത്രിച്ചാലും അടക്കിയാലും എന്ന് പറയാണ്. ഇതന്നെയാണ് യോഗം എന്ന് പറയണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ശ്ലോകം കൂടിയുണ്ട്. തസ്മാത് സർവാത്മന താതാ നിഗൃഹാണ മനോധിയ മയ്യാവേശിതയാ യുക്ത ഏതാവാൻ യോഗസംഗ്രഹം. ഇതന്നെയാണ് യോഗം എന്ന് പറയുന്നത് എന്ന്. അല്ലെങ്കിൽ യോഗത്തിൻ്റെ ചുരുക്കം ഇതാണ്, എന്നിൽ മനസ്സർപ്പിച്ച് മനസ്സിനെ നിഗ്രഹിക്കലാണ് യോഗം. അതായത് പിന്നെ ഞാനായി തീരും അല്ലെങ്കിൽ ഞാനായിട്ട് ചേരുമല്ലോ. ഇനി 62 അവസാനത്തെ ശ്ലോകം. യ ഏതാം ഭിക്ഷുണാ ഗീതാം ബ്രഹ്മനിഷ്ഠാം സമാഹിതഃ ധാരയൻ ശ്രാവയൻ ശൃണ്വൻ ദ്വന്ദ്വൈർനൈവാഭിഭൂയതേ. ഒരു ഫലശ്രുതി പോലെ പറയുകയാണ്. ഇത് മനസ്സിലാക്കിച്ചാൽ പിന്നെ നമുക്ക് നമ്മൾ ദ്വന്ദ്വാതീതന്മാരായി തീരും എന്ന് പറയുകയാണ്. ഇത് വായിക്കുകയോ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ, വായിക്കുകയും കേൾക്കുകയോ ചെയ്താൽ പോരാ, നമുക്കിത് ഉൾക്കൊള്ളാനും കൂടി സാധിക്കണം. അതിന് ഭഗവത് കൃപ വേണമല്ലോ. അപ്പോൾ പറയുകയാണ്, ഏതൊരാൾ ഭിക്ഷുണാ ഗീതം, ഈ ഭിക്ഷുവിനാൽ ഗാനം ചെയ്യപ്പെട്ട ഈ ഗീതത്തിനെ, ഏതാം ബ്രഹ്മനിഷ്ഠം, ഈ ബ്രഹ്മനിഷ്ഠയെ സമാഹിത ശ്രദ്ധയോടെ ധാരയൻ മനസ്സിൽ ധരിച്ചുകൊണ്ട് ശ്രാവയൻ കേൾക്കുകയും ശ്രാവയൻ കേൾപ്പിക്കുകയും, അതായത് ബാക്കിയുള്ളവരോട് പറയലും, ഇത് ശൃണ്വൻ കേൾക്കുകയും, ദ്വന്ദ്വ സുഖം ദുഃഖം ഉള്ള അല്ലെങ്കിൽ വിശപ്പ്, അങ്ങനെ ഉണ്ടല്ലോ, വിശപ്പ് ദാഹം സുഖം ദുഃഖം ചൂട് തണുപ്പ്, ഇങ്ങനത്തെ ദ്വന്ദ്വങ്ങളാൽ അഭിഭൂയതേ ഏവ, ഒരിക്കലും പീഡിതനാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തണം ഭഗവാൻ കേട്ടോ. നമുക്ക് ആ ഉറപ്പ് തന്നിട്ടാണ് ഭഗവാൻ പറഞ്ഞു ഉദ്ധവരെ. അതുകൊണ്ട് എല്ലാം ബ്രഹ്മസ്വരൂപമായി കണ്ട് ഭേദഭാവനയും രാഗദ്വേഷവും എല്ലാം കളഞ്ഞ് മനസ്സിനെ പിന്നെ അടക്കൂ. അതാണ് യോഗം. ഈ ബ്രഹ്മജ്ഞാനത്തെ നൽകുന്ന ഈ ഭിക്ഷു ഗീതം ആരാണ് ശ്രദ്ധയോടുകൂടി പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നത്, അവർക്ക് ദ്വന്ദ്ങ്ങൾ അവരെ ഒരിക്കലും ബാധിക്കില്ല, അല്ലെങ്കിൽ അവർ ദ്വന്ദ്വാതീതന്മാരായി തീരും എന്നുള്ളൊരു അനുഗ്രഹവും ഒരു ഫലശ്രുതിയോടു കൂടിയാണ് ഭഗവാൻ ഈ ഭിക്ഷുഗീത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത് ഇനി എത്ര സമയമുണ്ട്? 23 മിനിറ്റായി. അപ്പം ഞാൻ അതും കൂടിയും ചെയ്ത് നിർത്തന്നെയാണ് കേട്ടോ. യ ഏതാം ഭിക്ഷുണാ ഗീതാം ബ്രഹ്മനിഷ്ഠാം സമാഹിതഃ ധാരയൻ ശ്രാവയൻ ശൃണ്വൻ ദ്വന്ദ്വൈർനൈവാഭിഭൂയതേ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഭഗവാൻ നമുക്ക് ആ ഒരു ഉറപ്പ്. എല്ലപ്പോഴും ഭഗവാൻ അങ്ങനെയാണല്ലോ അല്ലേ. എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് ഒരു അഷ്വറൻസ് തന്നിട്ടാണ് ഭഗവാൻ പറയണത് മുഴുവൻ നമുക്ക് അങ്ങനെ ഒരു അഷ്വറൻസോട് കൂടിയാണ് ഭഗവാൻ നിർത്തുക അല്ലേ. അപ്പം ഞാൻ അതിൻ്റെ ചുരുക്കം പറയാൻ ഒരു 2 മിനിറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ 23-ാം അധ്യായമല്ലേ അതാവും. എന്താ പറഞ്ഞാൽ വെച്ചാൽ ഉദ്ധവ, ഈ മർമ്മം തോറും അത് പറഞ്ഞല്ലോ ആദ്യം അല്ലേ, മർമ്മം തോറും പിന്നെ വേദന അനുഭവിക്കണത് എന്തെങ്കിലും അസ്ത്രങ്ങളോ വാക്കുകളെ കൊണ്ടൊക്കെ തറയ്ക്കുമ്പോൾ ഒരു പക്ഷേ സഹിക്കാൻ പറ്റും. പക്ഷേ അതായത് അങ്ങനെ പറഞ്ഞല്ലോ ആദ്യം അല്ലേ, അസ്ത്രങ്ങൾ കൊള്ളണേക്കാൾ നമുക്ക് സങ്കടമാണ് വളരെ അധിക്ഷേപ വാക്കുകളെ കൊണ്ട് നമ്മളെ ഹൃദയത്തിന് മുറിവേൽക്കുന്നത് എന്ന് പറഞ്ഞു. എങ്കിലും ഒരു വിവേകമുള്ള ആൾ എൻ്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച്
ഈ ദുഃഖത്തിനൊക്കെ കാരണം മനസ്സാണെന്ന് അറിഞ്ഞ് അതിനെ നിയന്ത്രിക്കാൻ സദാ നമ്മൾ പ്രവർത്തിച്ചും കൊണ്ടിരിക്കണം. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ കഥ പറയാമെന്ന് പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത് അല്ലേ. അവന്തി രാജ്യത്തൊരു മഹാപിശുക്കനായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അനവധി പണം സമ്പാദിച്ചു. എന്നാൽ ഒരാൾക്കും കൊടുക്കേ അവനവൻ അനുഭവിക്കുകയോ ചെയ്യാതെ ജീവിച്ചു. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യില്ല. അങ്ങനെ അപ്പോൾ ബന്ധുക്കളൊക്കെ ഭാര്യയും മക്കളടക്കം ശത്രുക്കളായി. മാത്രമല്ല ദേവതകളൊക്കെ കോപിച്ചു. പഞ്ചയജ്ഞൊന്നും ചെയ്യില്ല. ദേവതകളൊക്കെ ചോദിച്ചു. എന്തിനു പറയുന്നു, കുറച്ച് ഇപ്പോൾ ധനം മുഴുവൻ നശിച്ചു. വല്ലവരും കൊണ്ടുപോയിട്ടും എങ്ങനെയായാലും പറഞ്ഞുല്ലോ, കള്ളന്മാർ കൊണ്ടുപോയിട്ട് നശിച്ചു. അപ്പം ഭയങ്കര സങ്കടമായിട്ട് കരഞ്ഞു. എന്നിട്ടോ പക്ഷേ ഇങ്ങനെ ഈ ദുഃഖം സഹിക്കുമ്പോൾ എന്തോ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഈ ഭിക്ഷുവിന് ഈ ബ്രാഹ്മണന് വൈരാഗ്യം ഉണ്ടായി. എന്നിട്ട് തന്നെത്താൻ സങ്കടപ്പെട്ട് പിന്നെ അപ്പം ആൾക്കാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടും അതൊന്നും ആ ഉപദ്രവമൊക്കെ വാസ്തവത്തിൽ വൈരാഗ്യത്തിനെ സഹായിച്ചു. എന്നിട്ട് പിന്നെ ആ ഭിക്ഷുഗീത വൈരാഗ്യം പൂർണ്ണമായപ്പോൾ ഭിക്ഷുഗീത ആ ഗീതം പാടിയെന്നാണല്ലേ ഇത്. എന്താ പറഞ്ഞത്? ഇത് പറഞ്ഞു, എനിക്ക് ഈ സംസാരം പിന്നെ കൊണ്ടാണ് എനിക്കിതൊക്കെ ഉണ്ടാവേണ്ടത്. മനുഷ്യജന്മം കിട്ടിയിട്ട് ഇങ്ങനെ മായാമോഹിതരായിട്ട് ഞാൻ ഈ ജന്മം കളയണ്ടല്ലോ ആൾക്കാർ. എനിക്കിപ്പോൾ ഇങ്ങനെ ഭാഗ്യം കൊണ്ട് കുറച്ച് വൈരാഗ്യം ലഭിച്ചുല്ലോ എന്ന് അത് നല്ലോണം അറിഞ്ഞു. അവനവൻ തന്നെ അത് റിയലൈസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂല അനുഭവത്തിൽ എനിക്ക് ശാന്തമായിട്ട് അങ്ങേ സേവിക്കാൻ സാധിക്കുന്നത്. വൈരാഗ്യം വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഭിക്ഷുവായി, സർവസംഘപരിത്യാഗിയായി, ഒന്നിലും ആസക്തനാകാതെ ഭൂമി മുഴുവൻ സഞ്ചരിച്ചു. അപ്പോഴും ദുർജനങ്ങളൊക്കെ ഉപദ്രവിച്ചു അല്ലേ. കള്ളസന്യാസിയാ പറഞ്ഞ് ഇതായി തുപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ. പക്ഷേ അപ്പോഴാണ് ഈ ഭിക്ഷുഗീത ചെല്ലണത്. എത്ര ഉപദ്രവിച്ചപ്പോൾ എന്താ പറഞ്ഞ്, എൻ്റെ സുഖത്തിനോ ദുഃഖത്തിനോ കാരണം ഈ ജനങ്ങളോ അല്ലെങ്കിൽ ദേവതകളോ ഈശ്വരന്മാരോ ആത്മാവോ ഈ ഗൃഹം മുതലായവയോ കർമ്മോ കാലോ ഒന്നുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം. എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എൻ്റെ മനസ്സു തന്നെയാകുന്നു. മനസ്സാണ് ഈ സത്വരജസ് തമോ ഗുണം കൊണ്ട് ഈ ദുഃഖമൊക്കെ ഉണ്ടാക്കണത്. ഞാൻ ആ മനസ്സിൽ നിന്നാണ് എനിക്ക് എൻ്റെ അഹന്തയും മമതയും ഉണ്ടാവുകൊണ്ടാണ് എനിക്കിതൊക്കെ. ഇതിനെ ജയിക്കാൻ പിന്നെ എനിക്ക് ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുക മാത്രമേ ഗതിയുള്ളൂ. അതുകൊണ്ട് ഞാൻ തീർച്ചയായും ഭഗവത് പാദാരവിന്ദങ്ങളെ സദാ ധ്യാനിക്കും, ഋഷീശ്വരന്മാർ ചെയ്ത പോലെ. എന്നിട്ട് ഞാൻ ഈ അജ്ഞാനമാകുന്ന സംസാരത്തിനെ കടക്കും എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അപ്പം ഭഗവാൻ പിന്നെ പറഞ്ഞു, എന്താണ് എന്നിൽ അതുകൊണ്ട് ഈ കഥ കൊണ്ട് അങ്ങനെ അയാൾക്ക് മുക്തി കിട്ടി. അതുകൊണ്ട് ഉദ്ധവ, എന്നിൽ സർവാത്മനാ മനസ്സുറപ്പിച്ച് എന്നിൽ സർവാത്മനാ എന്നെ തന്നെ ശരണം പ്രാപിച്ച ആ മനസ്സിനെ നശിപ്പിക്കൂ. ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തിനെ നശിപ്പിക്കുക, അല്ലാതെ ഒരു വഴിയില്ല. അങ്ങനെ ജ്ഞാനം ഉദിക്കാൻ എന്നിൽ നിരന്തരം മനസ്സുറപ്പിക്കുക മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞു. അവസാനം എന്ത് പറഞ്ഞു? ഈ ഒരു ഫലശ്രുതിയോടുകൂടി നിർത്തി. ഈ ഒരു ഭിക്ഷുഗീത ആരാണ് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടും അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാവാതെ ആണെങ്കിലും ഭഗവാൻ അതിനുള്ള വഴി ഉണ്ടാക്കുന്നതാണല്ലോ പറഞ്ഞത് അല്ലേ. ആരാണ് പറയുകയോ ഭക്തിയോടുകൂടി ശ്രവിക്കുകയോ ചെയ്യുന്നത് അവർ പതുക്കെ ദ്വന്ദ്വാതീതന്മാരായി തീരും, അല്ലെങ്കിൽ മായാമോഹത്തിൽ നിന്ന് വേർപെടും എന്ന് പറഞ്ഞ് നിർത്തി. അപ്പോൾ നമുക്കിന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.